ഹലോ ഗൈസ്, ഇനി ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാമെന്ന്. എൻ്റെ വീട് ഒരു മലമുകളിലാണ്. ഈ മലയെ നമ്മൾ വിളിക്കുക തെമ്പ്രമല എന്നട്ടോ. എൻ്റെ വീട്ടിലൊരു വഴിയുണ്ട്. ആ വഴി കൂടെ നമ്മൾ കയറി കഴിഞ്ഞാൽ മുകളിലോട്ട് പോയാൽ ഫുള്ള് റബ്ബർ എസ്റ്റേറ്റ് ആണ്. കണ്ടോ, ഇത് ഫുള്ള് റബ്ബർ എസ്റ്റേറ്റ് ആണ്. എൻ്റെ വീട്ടിൽ കസിൻസോ ഫ്രണ്ട്സോ ഒക്കെ വരുമ്പോൾ നമ്മൾ അവരെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഇവിടെയൊക്കെ പോകും. അപ്പം അവർക്കൊരു ട്രിപ്പ് പോയ വൈബായിരിക്കും. ഇതാണ് കശുമാങ്ങൻ്റെ മരം. ഈ കശുമാങ്ങ എങ്ങനെ ഇവിടെ വന്നതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. ഇവിടേക്ക് നമ്മൾ വീടെടുത്ത് മാറിയിട്ടാക്കി 8-9 മാസമായിട്ടേ ഉള്ളൂ. ഞാൻ ആരോ പറയുന്നത് കേട്ടിരുന്നു, റബ്ബർ തോട്ടങ്ങൾക്ക് മുമ്പ് ഇവിടെ പൈനാപ്പിളിൻ്റെ കൃഷിയായിരുന്നു, പിന്നെ അതിനു മുമ്പ് ഇവിടെ കശുമാങ്ങ ഇല്ല അതിൻ്റെ കൃഷിയായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇനി ഞാൻ നിങ്ങൾക്ക് തെമ്പ്രമല എസ്റ്റേറ്റ് കാട്ടിത്തരാം. ഈ തെമ്പ്രമല എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ആകെ 2 പ്രാവശ്യമേ പോയിട്ടുള്ളൂ. ആദ്യം എപ്പോഴാണ് പോയതെന്ന് വെച്ചാൽ എൻ്റെ കസിൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കസിൻ ഇവിടേക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നു. അപ്പോൾ എൻ്റെ ഒരു നെയ്ബർ ഇങ്ങോട്ട് പോയിരുന്നു. അപ്പോൾ ആ നെയ്ബർ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ പോയി. പിന്നെ ഞാൻ 2ാമത്തെ പ്രാവശ്യം പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഉപ്പ ഇതിലൂടെ ഒരു ആവശ്യത്തിന് എങ്ങോട്ടോ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പൻ്റെ കൂടെയും ഒരു പ്രാവശ്യം പോയി. ഇതിൻ്റെ ഉള്ളിൽ എന്താ ഒറ്റയ്ക്ക് പോകാത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ മുള്ളംപന്നി, കാട്ടുപന്നിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നത് സേഫ് അല്ലാത്തതുകൊണ്ടാണ്.